സാബു ജേക്കബും അഴിമതി നടത്തി എന്ന് വിശ്വസിക്കേണ്ടി വരും. അദ്ദേഹം ആ പണം ഉപയോഗിച്ച് 2020 സംഘടനയെ വളർത്താൻ, സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ചെലവഴിച്ചോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുകയും ചെയ്യും. കിറ്റക്സ് കമ്പനിയുടെ ഉടമസ്ഥൻ സാബു ജേക്കബ്, അദ്ദേഹത്തിന് ഒരു സംഘടനയുണ്ട്, പേര് 2020 എന്നാണ്. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 എന്ന സാബു ജേക്കബിൻ്റെ സംഘടനയാണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. കോടികളാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് സംഭാവന തന്നെ നൽകുന്നത്. തെലങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയ സംഭാവനയുടെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കോടികളാണ് നൽകിയത്. അത് കമ്പനി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൈക്കൂലിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടില്ല, തയ്യാറായിട്ടുമില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ ഒരു 71 ലക്ഷം രൂപയുടെ അഴിമതി നടത്തുമോ? അതും കിഴക്കമ്പലം പഞ്ചായത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഉണ്ടാകില്ല എന്നേ നമ്മൾ എല്ലാവരും പറയുകയുള്ളൂ. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പിംഗ് സോഷ്യൽ മീഡിയയിലുണ്ട്. അതിൽ പറയുന്നത്, എൻ്റെ അപ്പൻ തലമുറകൾക്ക് ജീവിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിന് ഞാൻ അഴിമതി നടത്തണം? ഇവിടെ രാഷ്ട്രീയക്കാർ അവർ അഴിമതി നടത്തുന്നവരാണ്, പിരിച്ച് കാശുണ്ടാക്കുന്നവരാണ്, അഴിമതിക്കാരാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ആ രാഷ്ട്രീയക്കാരെ പോലെ ആകേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛൻ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, എത്രയോ തലമുറക്ക് ജീവിക്കാൻ കഴിയുന്ന തുക സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുമുണ്ട്, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഗീതു ഉല്ലാസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഫേസ്ബുക്കിൽ കൊടുത്ത ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്: ഉത്സവപ്പറമ്പിൽ പോക്കറ്റ് അടിക്കാൻ പോകുന്നതാണ് സാബു ജേക്കബ് ഇതിലും ഭേദം. ഗീതു ഉല്ലാസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൊടുത്തതാണ്. ഉത്സവപ്പറമ്പിൽ പോക്കറ്റ് അടിക്കാൻ പോകുന്നതാണ് സാബു ജേക്കബ് ഇതിലും ഭേദം. തങ്ങൾ അധികാരം പിടിച്ച കിഴക്കമ്പലം, ഐക്കരനാട്, മുഴുവന്നൂർ, കുന്നത്തുനാട് പഞ്ചായത്തുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചുമായി 2020 സംഘടന പൊതുജനങ്ങളെ സമീപിക്കുന്ന അഭ്യർത്ഥന ആണ് ഒന്നാമത്തെ ചിത്രത്തിൽ. ഒരു ചിത്രവും കൂടി പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2020 ജനങ്ങളോടൊപ്പം സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച്. കിഴക്കമ്പലം, കുന്നത്തുനാട്, ഐക്കരനാട്, മുഴുവന്നൂർ, വെങ്ങോല പഞ്ചായത്തുകളിലെ എല്ലാ വൈദ്യുതി പോസ്റ്റുകളിലും വഴിവിളക്ക്. ഒരു സ്ട്രീറ്റ് ലൈറ്റിന് 2500 രൂപ സംഭാവന നൽകി നാടിന് വെളിച്ചമാകാൻ പങ്കാളിയാവാം. ഫിലിപ്സിൻ്റെ ഉന്നത നിലവാരമുള്ള ഓട്ടോമാറ്റിക് ആൻഡ് ഓട്ടോ സെൻസർ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നോട്ടീസ്. അഭ്യർത്ഥന സാബു എം ജേക്കബ്, ചീഫ് കോർഡിനേറ്റർ ആൻഡ് പ്രസിഡന്റ്, 24/1/2022, കിഴക്കമ്പലം. താഴെ അക്കൗണ്ട് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഒരു അഭ്യർത്ഥന നേരത്തെ 2020 പേരിൽ സാബു ജേക്കബ് നടത്തിയിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതേക്കുറിച്ചാണ് ഇതിൻ്റെ ആദ്യ പാരഗ്രാഫിൽ ഗീതു ഉല്ലാസ് പറയുന്നത്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ചലഞ്ച് വിജയമായിരുന്നു എന്നും പ്രസ്തുത ചലഞ്ച് ഇനത്തിൽ 2 വർഷം കൊണ്ട് ആകെ 71 ലക്ഷത്തിലേറെ തുക പിരിച്ചു കിട്ടി എന്ന തരത്തിൽ 2020 ഇറക്കിയ പോസ്റ്റർ ആണ് രണ്ടാമത്തെ ചിത്രം. അതും പ്രേക്ഷകർക്ക് കാണാം. അതിനകത്ത് പറയും: 2020 ജനങ്ങളോടൊപ്പം ഒരു സ്ട്രീറ്റ് ലൈറ്റിന് 2500 രൂപ സംഭാവന നൽകി നാടിനെ വെളിച്ചമാകാൻ പങ്കാളിയാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്ററുണ്ട്. അതിനകത്ത് ലഭിച്ച തുകയെക്കുറിച്ച് പറയുന്നുണ്ട്. 2022 ജനുവരി 17 ഡിസംബർ 31 വരെ ലഭിച്ച തുക 45,33,870. പ്രേക്ഷകർക്ക് കാണാം. ലഭിച്ച തുക കൃത്യമായി സാബു ജേക്കബ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്: 45,33,870. 2023 ജനുവരി 1 മുതൽ ജൂലൈ 20 വരെ 25,69,401 രൂപ. അങ്ങനെ ആകെ ലഭിച്ചത് 71,03,271 രൂപ. 2,841 ലൈറ്റുകൾക്കുള്ള തുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും സംഭാവന ചെയ്യാം എന്നുകൂടി പറഞ്ഞു. ഫോൺ പേ, ഗൂഗിൾ പേ, ATM എന്നിവയുടെ QR കോഡ് അടക്കം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും പങ്കാളിയാവാം ഈ അക്കൗണ്ടിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതേക്കുറിച്ചാണ് ഗീതു ഉല്ലാസ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭാവനയായോ CSRലൂടെയോ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ഏതെങ്കിലും തുക 2020 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഐക്കരനാട് പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന വിവരാവകാശ ചോദ്യവും അതിന് അങ്ങനെ ലഭിച്ചിട്ടില്ല എന്ന ഉത്തരവുമാണ് 3ഉം 4ഉം ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരാവകാശ നിയമപ്രകാരം ഉത്തരം തേടുന്നത് എന്ന് പറഞ്ഞ് AT ബിനോവൻ എന്നാണ് തോന്നുന്നത്, കൃത്യം വ്യക്തമല്ല. സെക്രട്ടറി CPIM ആണ് അദ്ദേഹം.
സെക്രട്ടറി ഐക്യനാട് ഗ്രാമപഞ്ചായത്തിന് കൊടുത്ത അപേക്ഷയാണ്. ആ അപേക്ഷയിൽ കൃത്യം പറയുന്നുണ്ട് 2020, 21, 22, 23, 24, 25 സാമ്പത്തിക വർഷങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് വാങ്ങി സ്ഥാപിക്കുന്നതിന് ചെലവഴിച്ച തുക എത്ര, മെയിൻ്റനൻസിന് ചെലവഴിച്ച തുക എത്ര, ഇതിൽ എത്ര തുക സംഭാവനയായി ലഭിച്ചു, CSR ഫണ്ട് ഉൾപ്പെടെ ഓരോ വർഷത്തെയും ഇനം തിരിച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ മറുപടിയും ലഭിച്ചിട്ടുണ്ട്. മറുപടിയിൽ പറയുന്നു 2020-21 തെരുവിളക്ക് വാങ്ങി സ്ഥാപിക്കാൻ 19,78,494 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2021-22 9,99,500 രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നു. 2024-25 കണക്ക് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെ മറ്റൊരു കാര്യവും കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഭാവനയോ CSR ഫണ്ടോ ലഭിച്ചിട്ടില്ല എന്ന്. സംഭാവനയോ CSR ഫണ്ടോ ലഭ്യമായിട്ടില്ല എന്ന് കൊടുക്കുന്നു. ഒരു പച്ച കോളത്തിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. ചോദ്യം എന്തായിരുന്നു? ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ എത്ര തുക സംഭാവനയായി ലഭിച്ചു, CSR ഫണ്ട് ഉൾപ്പെടെ ഓരോ വർഷത്തെയും ഇനം തിരിച്ച് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു താഴെ കൊടുത്തിരിക്കുന്നു. അതിന് മറുപടിയായി കൊടുത്തിരിക്കുന്നു സംഭാവനയോ CSR ഫണ്ടോ ലഭ്യമായിട്ടില്ല എന്ന്. അപ്പോൾ എവിടെ പോയി ഈ 71 ലക്ഷം രൂപ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. 71 ലക്ഷം രൂപ എന്തിന്? സാബു ജേക്കബിന് അദ്ദേഹത്തിന് കോടികളുടെ ആസ്തിയില്ലേ? അദ്ദേഹം എന്തിനാണ് അഴിമതി നടത്തുന്നത് എന്നൊക്കെ ചോദിക്കാം. അതിൽ ഒരു ന്യായമായ യുക്തി കൂടിയുണ്ട്. പക്ഷേ ഈ 71,3,271 രൂപ എന്തു ചെയ്തു? ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം എന്തു ചെയ്തു? ആ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ആ ചോദ്യത്തിന് സാബു ജേക്കബ് ഉത്തരം പറഞ്ഞേ തീരൂ. 2,841 ലൈറ്റുകൾക്കുള്ള തുകയാണ് എന്ന് വെച്ചാൽ ഒരാൾ 2,500 രൂപ വീതമാണ് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ 2,841 പേരാണ് പണം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഈ 71 ലക്ഷം രൂപ എവിടെ പോയി എന്ന ചോദ്യം പ്രസക്തമാണ്. അത് പറയേണ്ടത് സാബു ജേക്കബാണ്. അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ഈ പണം എവിടെ ചെലവഴിച്ചു, ഏത് പഞ്ചായത്ത് ചെലവഴിച്ചു എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് സാബു ജേക്കബിന്. ഇനിയിപ്പോൾ എല്ലാ പഞ്ചായത്തിൽ നിന്നും കൂടി പണം പിരിച്ച് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ചെലവഴിച്ചോ? ഏതായാലും ഐക്യനാട് പഞ്ചായത്ത് ചെലവഴിച്ചിട്ടില്ല. അതിൻ്റെ വിവരാംശ മറുപടിയാണ് പ്രേക്ഷകർ കാണുകയും ഞാൻ വായിക്കുകയും ചെയ്തത്. മറ്റേതെങ്കിലും പഞ്ചായത്ത് ചെലവഴിച്ചു ആ പണം മുഴുവൻ എങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് സാബു ജേക്കബാണ്. വ്യക്തമാക്കും എന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ സാബു ജേക്കബും അഴിമതി നടത്തി എന്ന് വിശ്വസിക്കേണ്ടി വരും. അദ്ദേഹം ആ പണം ഉപയോഗിച്ച് 2020 സംഘടനയെ വളർത്താൻ, സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ചെലവഴിച്ചോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുകയും ചെയ്യും. ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ആ സമയത്ത് ഉയർന്നു വന്ന ഈ ചോദ്യത്തിന് സാബു ജേക്കബ് മറുപടി പറഞ്ഞേ തീരൂ. അല്ലെങ്കിൽ 2020 ഭാരവാഹികളെങ്കിലും മറുപടി പറയണം. അതല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എങ്കിലും മറുപടി പറയണം.